നമസ്കാരം. മുൻ കണ്ണൂർ ADM ആയിരുന്ന ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട അഥവാ മരണപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിനു വേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നൽകിയിരുന്ന ഹർജി ഹൈക്കോടതി നിഷ്കരണം തള്ളുകയായിരുന്നു. കൗസർ എടപ്പക്കത്ത് എന്ന ആ ജഡ്ജി ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നും വേണമെന്നുണ്ടെങ്കിൽ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അന്വേഷണം നടത്താമെന്നും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് നന്നായി അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് ഒരു വിധി ഉണ്ടായത്. ഇതേ തുടർന്ന് ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുകയുണ്ടായി. എന്നാൽ മഞ്ജുഷയുടെ അഭിഭാഷകനായ ശ്രീകുമാർ ഈ വിഷയത്തിൽ CBI അന്വേഷണമല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണം എന്നതാണ് തങ്ങളുടെ ആവശ്യം എന്നുന്നയിക്കുകയായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ മഞ്ജുഷയെയും മഞ്ജുഷയുടെ കുടുംബത്തെയും ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം മഞ്ജുഷയും മഞ്ജുഷയുടെ കുടുംബവും ഒരു കാരണവശാലും CBI അന്വേഷണം അല്ലാതെ മറ്റൊരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സ്വന്തം നിലയ്ക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത്. ഇത് ഈ അഭിഭാഷകനെ മറ്റാരെങ്കിലും സ്വാധീനിച്ചതിൻ്റെ പേരിലാണോ മഞ്ജുഷയുടെ കുടുംബം ആവശ്യപ്പെടാത്ത ഒരാവശ്യം ആ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ആ അഭിഭാഷകനെതിരെ മഞ്ജുഷയുടെ കുടുംബം ബാർ കൗൺസിലിൽ പരാതി കൊടുക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാൽ അതിനുശേഷം വാദം പൂർത്തിയാക്കിയ ആ കേസിൽ വീണ്ടും തങ്ങളെ കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹർജി നൽകുകയായിരുന്നു. ജസ്റ്റിസ് BC സുരേഷ് കുമാറിൻ്റെയും ജെസി സെബാസ്റ്റ്യൻ്റെയും ഡിവിഷൻ ബെഞ്ചിലാണ് ഹർജി നൽകിയത്. വീണ്ടും മഞ്ജുഷയുടെ വാദം കേൾക്കുവാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറാവുകയായിരുന്നു. വാദം വിശദമായി തന്നെ കേട്ടു. മഞ്ജുഷയ്ക്ക് വേണ്ടി ഇക്കുറി അഡ്വക്കേറ്റ് രാംകുമാറാണ്, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാംകുമാർ തന്നെയാണ് ഹാജരായത്. CBI അന്വേഷണം തന്നെയാണ് രാംകുമാറും ആവശ്യപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ന്യൂസ് പലകുറി നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിന് പോലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള സൂചന കിട്ടിയിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനും ഇത് ബോധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ജനം ഇപ്പോൾ സംശയം കൂറുന്നത്. മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി മറ്റൊരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കേസിൻ്റെ കേസ് ഡയറി പോലീസ് ഹാജരാക്കണം എന്നുള്ളതായിരുന്നു. സിംഗിൾ ബെഞ്ചിലും ഇത് തന്നെയായിരുന്നു ഉത്തരവുണ്ടായിരുന്നത്. കേസ് ഡയറി ഹാജരാക്കണം എന്ന് തന്നെയാണ് അന്നും ഉത്തരവിട്ടത്. അന്ന് മുതൽ ഇന്ന് വരെയും പോലീസ് ഈ കേസ് ഡയറി ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി അതിലൊരു വീഴ്ചയുണ്ട് എന്ന് എന്തുകൊണ്ടാണ് നീതിപീഠത്തിന് മനസ്സിലാകാത്തത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ, ആ ദുരൂഹത നവീൻ ബാബുവിൻ്റെ കുടുംബം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ടതായ യാതൊരു വിഷയവും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം, കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കിയത് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ സംശയം എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചത്. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം നടത്തി പത്തനംതിട്ടയിൽ എത്തി ദഹിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അടിമുടി ദുരൂഹത തന്നെയായിരുന്നു. പരമ്പരാഗതമായി CPM കുടുംബക്കാരായ നവീൻ ബാബുവിനോടൊപ്പം CPMകാർ ഞങ്ങൾ ചേർന്ന് നിൽക്കും എന്ന് മുഖ്യമന്ത്രിയും MP ജയരാജനും MP ഗോവിന്ദനും അടക്കമുള്ള CPMൻ്റെ മുതിർന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബവും അത് കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു. പാർട്ടി ഞങ്ങളോടൊപ്പമുണ്ട് എന്നാണ് അവർ കരുതിയത്. എന്നാൽ CPMൻ്റെ തന്നെ കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ളത് എന്ന വസ്തുത പിന്നീടാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. കണ്ണൂരിലും ചെങ്ങളായിലും പരിസര പ്രദേശത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ ബിനാമി ഇടപാടുകളും കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ദേവസ്വത്തിൻ്റെ TTK ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ അനധികൃതമായി CPM നേതാക്കൾ കൈയടക്കി വച്ചിരിക്കുന്നതും അവർ ക്രയവിക്രയം ചെയ്തതുമായുള്ള നിരവധി രേഖകളാണ് നവീൻ ബാബുവിന് കൈവശമുണ്ടായിരുന്നത്. നവീൻ ബാബു അതുകൊണ്ട് തന്നെ കണ്ണൂരിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ CPMൻ്റെ ഇത്തരം ഇടപാടുകൾ പുറം ലോകം അറിയും, പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരും. ഒന്നുകിൽ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമിയും ബിനാമി ഇടപാടുകളും കൈവിട്ട് കൊടുക്കേണ്ടതായി വരും. തങ്ങളുടെ അടിത്തറ തന്നെ, സാമ്പത്തിക അടിത്തറയും തങ്ങളുടെ പ്രതിച്ഛായയും തകരുന്ന സംഭവമായിരിക്കും അത്. അതുകൊണ്ട് നവീൻ ബാബുവിനെ ഏതു വിധേനയും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് അന്ന് കണ്ണൂർ ലോബി എത്തിച്ചേർന്നത് എന്നാണ് ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പരക്കെ ഉയരുന്ന ആക്ഷേപം. ഇത് തന്നെയാണ് മഞ്ജുഷയുടെ കുടുംബവും
കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മഞ്ജുഷയുടെ ആദ്യ അഭിഭാഷകനായ ജോൺ റാൾഫ് ഏതാണ്ട് 128 പേജോളം വരുന്ന വിശദമായ ആർഗ്യുമെന്റ് നോട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള നിയമസംഹിതകളെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് അന്ന് അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്. കണ്ണൂർ കളക്ടറോട് നവീൻ ബാബുവിൻ്റെ കുടുംബം കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഞങ്ങൾ വന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ, ഒരു കാരണവശാലും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടും കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് അതങ്ങനെ സമ്മതിച്ചിട്ടും വീണ്ടും കുടുംബക്കാരെത്തുന്നതിന് മുമ്പ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കണ്ണൂർ കളക്ടറുടെയും അല്ലെങ്കിൽ CPM-ന്റെ സ്ഥാപിത താല്പര്യക്കാരുടെ താല്പര്യമനുസരിച്ച് തന്നെ നടത്തുകയായിരുന്നു. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതിയായി പോലീസ് കേസെടുത്തിട്ടുള്ളതും ജയിൽ ശിക്ഷ അനുഭവിച്ചതും, അതായത് കുറച്ചു കാലം റിമാൻഡിൽ കഴിഞ്ഞതുമായ ഒരേ ഒരു പ്രതി CPM-ന്റെ സമുന്നതയായ നേതാവാണ് കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ് ഇതിൽ ഏക പ്രതി. അങ്ങനെയെങ്കിൽ CPM-ന്റെ സമുന്നതയായ ഒരു നേതാവ് പ്രതിയായിരിക്കുന്ന ഈ കേസിൽ CPM-ന്റെ ഭരണം നിലവിലിരിക്കുമ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഭരണം കൈയാളുമ്പോൾ ഈ കേസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും തങ്ങൾക്ക് നീതി കിട്ടില്ല. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ എക്കാലത്തെയും ആവശ്യം. PP ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന കോളേജ് തന്നെയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ്. മാത്രമല്ല ADM നവീൻ ബാബു തൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന TV പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരൻ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം കുറച്ചാളുകളുടെ ഒത്താശയോട് കൂടി നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഒരു വേള പോസ്റ്റ്മോർട്ടം പോലും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ സ്ഥാപിത താല്പര്യം അനുസരിച്ച് തന്നെയാണ് ഈ മരണം ഒതുക്കി തീർക്കുവാൻ വേണ്ടി CPM-ന്റെ ഭാഗത്തു നിന്നും കള്ളക്കളികൾ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇതുവരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കാത്തത് എന്നുള്ളത് തന്നെ ആലോചിച്ചാൽ മതിയാകും. ഇതിൽ എന്തൊക്കെയോ പോലീസിന് മറയ്ക്കാനുണ്ട് എന്നുള്ളത്. മാത്രമല്ല ADM നവീൻ ബാബു കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ട ക്വാർട്ടേഴ്സിലെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരിക്കുന്നു. സർക്കാരാവട്ടെ ഈ കേസിൽ, അതായത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ആവശ്യമില്ല എന്ന തരത്തിൽ തന്നെയാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. സർക്കാരും പോലീസും ആഭ്യന്തര വകുപ്പും CPM-ഉം എല്ലാം ചേർന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് നീതി കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ആക്ഷേപം. നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് മുതൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങളിലെ ദുരൂഹതകൾ കൃത്യമായി തന്നെ ജോൺ റാൾഫിൻ്റെ വിശദമായി ആർഗ്യുമെന്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസ് ഡയറി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വാസ്തവം ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടി ഇത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, കേസ് ഡയറി ഹാജരാക്കണം. CBI അന്വേഷണം തന്നെ വേണ്ട എന്ന നിലപാടിൽ പോലീസും സർക്കാരും സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. ഇത്തരം നിരവധി ദുരൂഹതകൾ മുന്നിൽ നിൽക്കുമ്പോൾ സാധാരണക്കാർക്ക് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ള തോന്നൽ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് നീതിപീഠത്തിലെ നീതി നിർവഹണ ന്യായാധിപന്മാർക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരൻ ചോദിക്കുന്നത്. ഇത് കോടതി അലക്ഷ്യമായി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കരുതരുത്. കോടതി അലക്ഷ്യമല്ല. നിയമത്തിൻ്റെ നൂലാമാലകൾ കീറി പരിശോധിക്കുകയും നിയമത്തെ വ്യാഖ്യാനിക്കുകയും നിയമം നടപ്പാക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ന്യായാസനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ന്യൂനതകൾ സംഭവിച്ചിരിക്കുന്നത് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജിയിന്മേൽ വിശദമായ വാദം കേട്ടിരിക്കുന്നു. ഉത്തരവ് പറയാൻ വേണ്ടി, വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ പൊതുബോധവും മനസാക്ഷിയും ആഗ്രഹിക്കുന്നത് പോലെ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം തന്നെ ഉത്തരവിടും എന്ന് തന്നെയാണ് ഏവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.